ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തലശ്ശേരി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ടൊരു ഉരുളി അടുപ്പിൽ വെച്ചതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള വഴന്ന് വരുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം മല്ലിപ്പുതിന ഇട്ട് കൊടുത്തത്. അതിനുശേഷം തക്കാളി ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് തക്കാളി ചേർത്ത് വഴറ്റി ഒരു വലിയ ടീസ്പൂണിന് 2 അളവിൽ നമ്മൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുറുകുന്ന സമയത്ത് നമ്മൾ അണ്ടിപ്പരിപ്പ് ഒഴിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മീറ്റ് മസാലയാണ് 2 സ്പൂൺ അളവിൽ 1 സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി വേണ്ടി വന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തൈര് എന്നിവ ചേർത്ത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അത് മൂടി വെച്ച ശേഷം നമ്മൾ ബിരിയാണി ദം ചെയ്യാനായിട്ട് ചെമ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ച് നമ്മൾ ശേഷം കറി ഒഴിച്ച് കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ പകുതി വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. റൈസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന സവാള, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം കൈതച്ചക്കയുടെ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയാണ്, പാലിൽ കലക്കിയിട്ടുള്ളത്. പിന്നെ ചേർത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. പിന്നീട് നമ്മൾ ചേർക്കുന്നത് നെയ്യാണ്. അതിനുശേഷം നമ്മൾ ദം അടയ്ക്കുകയാണ്. ഒരു അരമണിക്കൂറോളം ദം അടച്ച് വെച്ചു. അത് തുറന്ന ഒരു ഫൈനൽ ലുക്കാണ് കാണുന്നത്. ഇത് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാണ്. പ്ലേറ്റിൽ വിളമ്പി സെർവ് ചെയ്യാൻ പോവാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ